കർത്താവിനോട് എൻ്റെ സംഗീതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്നതിന് ദൈവമെന്ന് പറയും. അവിടുന്ന് ഞാൻ എൻ്റെ രക്ഷിക്കും. എൻ്റെ ഉൾക്കൊണ്ട് അവിടുന്ന് ഞാൻ രക്ഷപ്പെടും. അവിടുത്തെ വിശ്വസിക്കുന്ന അവജയും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയും പകർപ്പെടുന്ന അസ്ത്രത്തെ നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുശീലുന്ന വിനാശത്തെ നീ പേടിക്കേണ്ട. നിന്റെ ഭാഷകളിലായിരിക്കണം നശിപ്പിടേക്കാം. നിന്റെ വധുവശത്തുള്ളതായിരിക്കും. എങ്കിലും നിന്റെ പരാമർത്തവും സംഭവിക്കുകയില്ല. പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ കാണണം. നീ കർത്താവിൽ ആശ്രയിച്ചു. അതിന് നീ വാസ്തുവച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല. സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുത്തെ നിർമ്മാണം കൽപ്പിക്കും. നിന്റെ പാതകൾ തെറ്റാതിരിക്കാൻ അവൻ നിന്നെ രക്ഷിച്ചുകൊള്ളും. സിംഹത്തിന്റെ മഴയുടെ മേൽ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും ചവിട്ടി ധരിക്കും. അവൻ സ്നേഹത്തിൽ മുട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവനെ നാം മറയ്ക്കുമ്പോൾ ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ്റെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരം നൽകും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മാറ്റപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ്സോടെ ഞാൻ അവനെ സമൃദ്ധനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവനെ കാണിച്ചു കൊടുക്കും. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മളിവിടെ എഡ്രിൻ എന്ന് വിളിക്കപ്പെടുന്ന കുര്യൻ്റെ മാമോദീസയ്ക്ക് വേണ്ടി നമ്മളോട് ഓർമ്മിക്കുകയാണ്. സിനിയെയും റീജുവിനെയും സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലേക്ക്, അവരുടെ ജീവിതത്തിലേക്ക് മാത്രമല്ല അവരുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും ജീവിതത്തിലേക്ക് ദൈവം കൊടുത്തിട്ടുള്ള വലിയൊരു അനുഗ്രഹമാണ്, ദാനമാണ് ഈ കുഞ്ഞ്. നമ്മളിവിടെ ഈ കുഞ്ഞിൻ്റെ മാമോദീസായ്ക്കും ശരീരലേഖനത്തിനുമായിട്ട് വന്നിരിക്കുമ്പോൾ ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ടുള്ള വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഈ മാമോദീസായിലൂടെ ഈ കുഞ്ഞ് ദൈവത്തിൻ്റെ മകനായിട്ട് തീരുന്നു. അതുകൊണ്ട് തന്നെ സ്വർഗം സന്തോഷിക്കുന്ന ദിവസമാണ്. അതോടൊപ്പം തന്നെ മാമോദീസായിലൂടെ ഒരു വ്യക്തി സഭയിൽ അംഗമായിട്ട് തീരുന്നു. സഭ സന്തോഷിക്കുന്ന ദിവസമാണ്.
അതോടൊപ്പം തന്നെ നമുക്കറിയാം ഈ കുഞ്ഞിൻ്റെ സാന്നിധ്യവും കളിയും ചിരിയും തമാശകളും ചിലപ്പോഴുള്ള കരച്ചിൽ പോലും നമ്മെ സന്തോഷിപ്പിക്കും. അപ്പം നമുക്കും അത് സന്തോഷവും ആനന്ദവും നൽകുന്നതാണ്. നമ്മൾ സന്തോഷിക്കുന്നു. ആയതിനാൽ ഈ ദിവസം ഈ കുഞ്ഞിന് വേണ്ടിയിട്ടും അവരുടെ മാതാപിതാക്കന്മാർക്ക് വേണ്ടിയിട്ടും ഈ കുഞ്ഞുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹവും കൃപയും കുഞ്ഞിൻ്റെ മേലുണ്ടാകുവാനായിട്ടുള്ള കൃപയാചിച്ചുകൊണ്ട് നമുക്ക് വികരണങ്ങളിലേക്ക് പ്രവേശിക്കും. മനുഷ്യർക്ക് സമാധാനം പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ പരിശുദ്ധൻ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരുടെ വിഷയം അങ്ങ് പരിശുദ്ധൻ എന്ന് ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ ലോകത്തിൽ വീഴാടിയാക്കരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ അനുഗ്രഹം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദാസനെ അങ്ങയുടെ അനുഗണത്തിൽ ചേർക്കുകയും പ്രസാദപരത്താൽ പ്രകാശിപ്പിക്കുകയും ചെയ്യണമേ. ജലത്താലും പരിശുദ്ധാത്മാവിനാലും വീണ്ടും ജനിച്ച പിതാവേ, അങ്ങേ വിളിക്കുവാൻ ഈ ശിശുവിനെ അർഹനാക്കണമേ. ഈ കുദാശ യോഗ്യതയോടുകൂടെ പരിവർത്തനം ചെയ്യുവാൻ ബലഹീനനായ എന്നെ ശക്തനാക്കണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കാട്ടരുവി തേടി നടക്കുന്നവാൻ പേടയെ പോലെ ദൈവമേ, എന്റെ ഹൃദയം അങ്ങയെ തേടുന്നു. ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവരും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. ജീവന്റെ ദൈവത്തെ കാണുവാൻ എന്റെ ആത്മാവ് ദാഹിക്കുന്നു. ഞാൻ കണ്ണുനീർ വിളിക്കുന്നു, ഞാൻ ഇപ്പോഴും ദൈവത്തെ കാണും. എന്റെ ആത്മാവേ, നീ എന്തിനാ ആകുലപ്പെടുന്നു? നീ എന്തിനു വിഷാദിച്ചുടരുന്നു? നീ ദൈവത്തെ ആശ്രയിക്കുക. രക്ഷകനായ ദൈവത്തെ ഞാൻ പ്രകീർത്തിക്കും, എന്റെ ആത്മാവ് സ്വന്തമായിരിക്കുന്നു. പകൽ ദൈവം തന്റെ അനുഗ്രഹം വർഷിക്കും, രാത്രിയിൽ ഞാൻ അവിടുത്തെ സ്തുതിക്കും. നീ ദൈവത്തിന് അഭയം തേടുക, രക്ഷകനായ ദൈവത്തെ ഞാൻ പ്രകീർത്തിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. നല്ല ചെറുകർത്താവേ, എന്റെ കരുണയേറിയ വാഗ്ദാനം ഈ ദാസനിൽ പൂർത്തിയാക്കണമേ. നിന്റെ ദാനം വിശുദ്ധ വിവേകികൾക്കും ബുദ്ധിമാന്മാർക്കും എന്നതിനേക്കാൾ ശിശുക്കൾക്ക് നൽകിയിരിക്കുന്നുവല്ലോ. നിന്റെ കൃപയാൽ മാമോദിസ ജലത്തിലൂടെ പാപക്കറകൾ കഴുകി ശിശുപുത ജന്മം പ്രാപിക്കട്ടെ. നിന്റെ മൗലിക ശരീരത്തിലെ അവയവമായി തീരുന്ന ഈ ദാസൻ ഉദാസകളുടെ സ്വീകരണം വഴി ആത്മീയവും ശാരീരികമായി വളരുവാനിടയാകട്ടെ. ഈ ദാനത്തെ പ്രതി നിന്റെ ദാസനോടൊത്ത് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പിശാചിന്റെ അടിമത്തിൽ നിന്നും മോചിതനാകുവാൻ നീ ആഗ്രഹിക്കുന്നു. പാപവും പാപമാർഗങ്ങളും നീ ഉപേക്ഷിക്കുന്നു. ഈശോ മിശിഹായ നിന്റെ രക്ഷകനായി നീ സ്വീകരിക്കുന്നു. അഭിഷേകതൈലത്താൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കുര്യൻ മുദ്രിതനായിരിക്കുന്നു. Share
സൃഷ്ടിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സർവജ്ഞനായ ഭരണകർത്താവും തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സഹോദരി വിശുദ്ധ പൗലോസ് ഗലാത്യക്കാർക്ക് ലേഖനം 3-ാം അധ്യായം 26 മുതൽ 29 വാക്യങ്ങൾ കർത്താവേ ആശീർവദിക്കണമേ. യേശുക്രിസ്തുവിന്റെ വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്. ക്രിസ്തുവിനോട് ഐക്യപ്പെടുവാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല. നിങ്ങളെല്ലാവരും യേശുക്രിസ്തുവിൽ ഒന്നാണ്. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അവരാകത്തിൻ്റെ സന്തതികളാണ്, വാഗ്ദാനമനുസരിച്ചുള്ള അവകാശികളുമാണ്. നമ്മുടെ പിതാവായ ഈശോയ്ക്ക് സ്തുതി. ഈശോ നിക്കദേമസുമായിട്ടുള്ള സംസാരത്തിൻ്റെ ഭാഗമാണ്. മാമോദീസായുടെ പ്രാധാന്യം എന്താണെന്ന് എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഇന്നിപ്പോൾ വായിച്ചു കേട്ട ലേഖന ഭാഗത്ത് പറയുന്നുണ്ട്, നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അബ്രാഹത്തിൻ്റെ സന്തതികളാണ്, വാഗ്ദാനമനുസരിച്ചുള്ള അവകാശികളുമാണ് എന്നാണ് പറയുക. മാമോദീസായിലൂടെ നമുക്ക് ലഭിക്കുന്ന അവകാശത്തെ പറ്റിയാണ് സൂചിപ്പിക്കുക.
നമ്മൾ സാധാരണഗതിയിൽ ജ്ഞാനായക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവകാശം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 72 പദവികളും അതുകൊണ്ടുള്ള കാര്യങ്ങളെ പറ്റി മാത്രമേ ചിന്തയുണ്ടാവുള്ളൂ. പക്ഷേ യഥാർത്ഥത്തിലുള്ള നമ്മുടെ അവകാശം ദൈവമക്കളാകുന്നു എന്നുള്ളതാണ്. അതാണ് സുവിശേഷത്തിൽ ഈശോ പറയുക, നീ ആത്മാവിനാലും ജലത്താലും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിന് അവകാശികൾ നീ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്നതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്താണ് എന്ന് നമുക്ക് എപ്പോഴും ഒരു ചിന്തയുണ്ടായിരിക്കണം. അത് ദൈവഭവനത്തിൽ പിതാവിനോട് സ്വർഗരാജ്യത്തിൽ ദൈവസന്നിധിയിലായിരിക്കുക എന്നുള്ളത്. അതാണ് നമ്മുടെ യഥാർത്ഥമായ അവകാശം. അല്ലാതെ 72 പദവികളോ അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും അല്ല എന്നുള്ള ചിന്ത നമുക്കുണ്ട്. അതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് പോകുന്ന ഒരു സോഷ്യൽ ആസ്പെക്റ്റ് എന്ന് മാത്രമേ അതിനൊക്കെ പറയാനുള്ളൂ. നമ്മളുടെ ചിന്ത, നമ്മളുടെ ദൈവവിശ്വാസം, സഭയിൽ നൽകുന്ന ഉദാശകൾ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നുള്ള ചിന്ത നമുക്കുണ്ടായിരിക്കണം. ആത്മാവിൽ ജനിച്ച് ദൈവത്തിൻ്റെ മകനായിട്ട് തീരുവാനായിട്ട് വലിയ കൃപ ഈ ശിശുവിന് ഉണ്ടാകണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥനയോടൊപ്പം ഈ അവകാശബോധത്തിൽ നമ്മളും നിരന്തരം ജീവിക്കുവാനായിട്ടുള്ള കൃപ നൽകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് സുവിശേഷ ഭാഗം ശ്രമിക്കാം. ഫരിസേയരിൽ നിക്കദേമോസ് എന്നു പേരായ ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു. അവൻ രാത്രി യേശുവിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, റബി, അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന അവകാശങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുകയില്ല, നീ അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുകയില്ല. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല. നിക്കദേമോസ് ചോദിച്ചു, പ്രായമായ മനുഷ്യന് ഇത് എങ്ങനെ സാധിക്കും? അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് അവന് ജനിക്കുവാൻ കഴിയുമോ? യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും. നിങ്ങൾ വീണ്ടും ജനിക്കണമെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ വിസ്മയിക്കേണ്ട. കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, എന്നാൽ അത് എവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ നീ അറിയുന്നില്ല. ഇതുപോലെയാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്ന ഏവനും. കർത്താവേ, കൃപയുണ്ടാകണമെന്ന് അപേക്ഷിക്കാം. ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ലെന്ന് അരുളി ചെയ്ത കർത്താവേ, മാമോദീസയിലൂടെ വീണ്ടും ജനിച്ച് ദൈവത്തിനാകാനുള്ള വരം ഈ ശിശുവിന് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുസഭയുടെ അംഗമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ഈ ശിശുവിനെ ആത്മീയ ഭൗതികമായ എല്ലാ നന്മകളും നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശായുടെ സഭയുടെ തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെ, ഞങ്ങളുടെ സഭയുടെ തലവൻ പിതാവുമായ വേദരാജ ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പൊലീത്തായെ, ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ മാത്യു മെത്രാപ്പൊലീത്തായെ, മറ്റെല്ലാ മെത്രാന്മാരെ ആത്മീയ നന്മകളിലേക്ക് അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നാം ഓരോരുത്തരെയും പിതാവിനും പരിശുദ്ധാത്മാവിനെ സമർപ്പിക്കാം. നിന്റെ കൽപ്പന അനുവർത്തിക്കുന്ന ഞങ്ങളെ തൃക്കൺ പാർക്കണമേ. ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കുവാൻ നീ നിയോഗിച്ച സഭ ഞങ്ങളിലൂടെ ആ ദൗത്യം പൂർത്തിയാകട്ടെ. മനുഷ്യരെല്ലാവരോടെ എൻ്റെ കീഴിൽ ഒരു ആലയത്തിൽ ചേരുന്ന നിന്റെ രക്ഷാകർജനം വേഗം സംജാതമാകട്ടെ. ഞങ്ങൾ പരികർമ്മം ചെയ്യുന്ന വിശുദ്ധ കുദാശ പരിശുദ്ധാത്മാവിന്റെ ചേരുന്നെത്താൻ ഈ ശിശുവിനെ നിത്യജീവനിലേക്കുള്ള കവാടമായി ഭവിക്കട്ടെ. സകലത്തിൻ്റെയും നാഥായും സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ എല്ലാം സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവവും പിതാവിനുടെ ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീകളായി തടുക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം എഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മനുഷ്യരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിന്റെ മുഖത്തിൽ നിന്ന് പുറപ്പെടുന്ന
സത്യാത്മാവുമായ ഏകപരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്വൈരികവും സാർവത്രികവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനമായ ശരീരത്തിലെ വിദ്യാഭ്യാസങ്ങളെ ചുമതലയും ചെയ്യുന്നു. ആമേൻ. സഹോദരരെ, ദേവിജിക്ക് നൽകുന്ന പരിശുദ്ധ മാമോദീസയുടെ പരികർമ്മത്തിനൊരുക്കമായി കാർമികൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടെ ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. നഷ്ടപ്പെട്ടു പോയതിനെ അന്വേഷിച്ച് കണ്ടെത്തുകയും ചിതറിപ്പോയവരെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുന്ന കർത്താവേ, നിന്റെ സഭയിൽ പുരോഗതി ശുശ്രൂഷ ചെയ്യുവാൻ വിനീതനായി ദാസനെ അങ്ങ് തിരഞ്ഞെടുത്തുവല്ലോ. സകല നീതിയും പൂർത്തിയാക്കുവാൻ വേണ്ടി യോർദാൻ നദിയിൽ വെച്ച് യോഹന്നാനിൽ നിന്നും മാമോദിസ സ്വീകരിക്കുകയും മാമോദിസ നൽകുവാൻ സ്ത്രീഹന്മാരെ നിയോഗിക്കുകയും ചെയ്ത കർത്താവേ, കുദാശ യഥാവിധി പരികർമ്മം ചെയ്യുവാൻ എന്നെ യോഗ്യനാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. തൈലം വെച്ചിരിക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്നായി തൈലത്തിൽ ആവസിച്ച് ഇതിനെ ആശീർവദിക്കുമാറാകട്ടെ. മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും ഉയർപ്പിന്റെയും പ്രതീകമായ മാമോദീസയുടെ പരികർമ്മത്തിനായി ആരാധ്യമായ ത്രിത്വത്തിന്റെ നാമത്തിൽ ഈ തൈലം പൗത്രീകരിക്കപ്പെടട്ടെ. ഈ തൈലം ഞങ്ങൾക്ക് ജീവന്റെ അടയാളമായി തീരട്ടെ. അങ്ങയുടെ പ്രിയപ്പെട്ടനും ഞങ്ങളുടെ രക്ഷകനുമായ ശംശിഹായുടെ പൂർത്തീകരിക്കപ്പെടുന്ന മാമോദീസ വഴി ഞങ്ങൾക്ക് പരിപൂർണമായ വിശുദ്ധിയും സ്വർഗസൗഭാഗ്യം അവിടുത്തെ പൗരോഹിത്യത്തിൽ പങ്കാളിത്തവും ലഭിക്കുമാറാകട്ടെ. ഞങ്ങൾ അങ്ങേക്കും അങ്ങയുടെ പ്രിയപ്പെട്ടനും പരിശുദ്ധാത്മാവിനും സ്തുതിയും പുകഴ്ചയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പാപമോചകമായ മാമോദീസായിൽ അമർത്തതയുടെ അടയാളമായി തീരുവാൻ ഈ തൈലം വിശുദ്ധ മൂറോൺ കൊണ്ട് മുദ്രിതമാകുകയും വിശദീകരിക്കപ്പെടുകയും പരസ്പരം കലർത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മാവിന്റെ ആവാസത്താൽ പൗത്രീകരിക്കപ്പെട്ട ഈ തൈലം കൊണ്ട് അഭിഷിക്തരാകുന്ന അങ്ങയുടെ ദാസനെ മിശിഹായുടെ രാജകീയ പൗരോഹിത്യത്തിൽ പങ്കുകാരാകുവാനും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളാകുവാനും അനുഗ്രഹിക്കണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. വെള്ളം വെച്ചിരിക്കും. കർത്താവായ ദൈവമേ, യോർദാൻ നദി വെച്ച് മാമോദിസ സ്വീകരിച്ചപ്പോൾ ഈശോയുടെ മേലിറങ്ങി വസിച്ചവനും മനുഷ്യപ്രകൃതിയെ നവീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവ് ഈ ജലത്തിലിറങ്ങി വസിക്കട്ടെ. അവിടുന്ന് വസിക്കുന്ന ഈ ജലത്താൽ സ്നാനപ്പെടുന്നവർക്ക് രക്ഷ ലഭിക്കുമാറാകട്ടെ. ശരീരത്തിലും ആത്മാവിനും പവിത്രീകരിക്കപ്പെട്ട് അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മാമോദീസയുടെ പാപമോചനം നൽകി ആത്മീയ ജന്മം നൽകുന്ന ഒരു പുതിയ ഉദരമായി തീരുവാൻ ഈ ജനം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധമാവിൻ്റെ നാമത്തിൽ ആശീർവദിക്കപ്പെടുകയും വിശുദ്ധ തൈലത്തോട് കലർത്തപ്പെടുകയും ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വിശുദ്ധ തൈലം കൊണ്ട് ലേപനം ചെയ്യപ്പെടുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കുര്യൻ മാമോദീസ ചുമക്കപ്പെടുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ വസ്ത്രത്താൽ തന്നെ അലങ്കരിക്കുകയും നിഷ്കളങ്കമായി ജീവിക്കുവാൻ തന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. പ്രകാശമായ മിശിഹ നിനക്ക് മാർഗദീപമായിരിക്കട്ടെ. മാമോദീസയിലൂടെ ദൈവമാനായി തീർന്ന് പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾക്കായി കാത്തിരിക്കുന്ന ഈ ദാസന് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥന കളിക്കണമെന്ന് അപേക്ഷിക്കാം. പിതാവിനും പരിശുദ്ധാത്മാവിനെ സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങേക്ക് ഞങ്ങൾ കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആത്മാവിനാൽ ഇവനെ നിറയ്ക്കണമേ. ക്രിസ്തീയ ജീവിത പൂർണ്ണതയിലേക്ക് ഇവൻ വളരുമാറാകട്ടെ. ശരീരകാലത്ത് അങ്ങയെ വിസ്മരിക്കാതിരിക്കുവാനും ക്ലേശങ്ങളിൽ അങ്ങിൽ ആശ്രയം വയ്ക്കുവാനും ഇവൻ ശക്തനായി ആകട്ടെ.
ലോകത്തിൽ അങ്ങയുടെ സജീവ സാക്ഷിയായി ജീവിച്ചതിനു ശേഷം നിത്യസൗഭാഗ്യം അനുഭവിക്കുവാൻ ഇവനെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മാമോദീസായുടെ കർമ്മങ്ങളെ സമാപിച്ചിരിക്കുകയാണ്. നമ്മൾ ഇനി അടുത്തത് സ്ഥൈര്യലേഖനത്തിലുള്ള ശുശ്രൂഷകളാണ്. നമ്മൾ സ്ഥൈര്യലേഖനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനായി നിറയുന്ന ഈ സന്ദർഭത്തിൽ ഈ കുഞ്ഞ് നിറയുന്ന സന്ദർഭത്തിൽ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. എല്ലാവരും എഴുന്നേൽക്കാൻ സാധിക്കുന്ന എല്ലാവരും എഴുന്നേൽക്കും. പരിശുദ്ധാത്മാവിനാൽ പൂരിതനായി വിശ്വാസത്തിൽ സ്ഥിരീകരിക്കപ്പെട്ട് മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ നീ ആഗ്രഹിക്കുന്നു. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. പ്രിയ സഹോദരരെ, പരിശുദ്ധാത്മാവിന്റെ കൃപാർന്ന പൂർണ്ണതയാൽ കാർമികൻ ഈ ദാസനെ മുതിർന്നയാക്കാൻ തുടങ്ങുന്നു. അതിനൊരുക്കമായി അദ്ദേഹം തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടെ ശ്രദ്ധയോടും കൂടെ മൗനമായി പ്രാർത്ഥിക്കാം. കർത്താവേ, ശക്തനായ ദൈവമേ, സ്നേഹന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിനെ അവരെ ശക്തിപ്പെടുത്തിയ അങ്ങയുടെ അനന്തകാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. മിശിഹായുടെയും അവരുടെ പിൻഗാമികളുടെയും കൈവെപ്പോഴേയും പരിശുദ്ധാത്മാവിന്റെ ദാനം ഇന്നും സഭയിൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങ് ജീവദാനം അങ്ങയുടെ ദാസന് നൽകിയതിനെ എളിവനായ എന്നെയും യോഗ്യനാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മാമോദീസായിലൂടെ പൊതുജന്മവും മിശിഹായുടെ ഭൗതിക ശരീരത്തിൽ അംഗത്വവും നിത്യജീവിതത്തിനുള്ള അവകാശവും ഞങ്ങൾക്ക് നൽകിയ പിതാവായ ദൈവമേ, വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ഈ ദാസനെ മുദ്രിതനാക്കണമേ. പിതാവേ എന്ന് അങ്ങേ വിളിക്കുവാൻ പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിനെ ദാസന് നൽകണമേ. കൈവെപ്പ് ശുശ്രൂഷ വഴി ദിവ്യാത്മാവിനാൽ നിറഞ്ഞ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന ധീരപടയാളിയും സഭയുടെ വിശ്വസ്തദാസനുമായി ജീവിക്കുവാൻ ഇവനെ ശക്തനാക്കണമേ. അങ്ങയുടെ ആത്മാവിന്റെ ഫലങ്ങളായ സ്നേഹവും ആനന്ദവും സമാധാനവും ക്ഷമയും ദയയും നന്മയും വിശ്വസ്തതയും സൗമ്യതയും ആത്മസംയമനവും ഇവനിൽ നിറയട്ടെ. അങ്ങയുടെ അനുഗ്രഹത്താൽ നിർമ്മലമായ ജീവിതം നയിക്കുവാൻ ഈ ദാസന് ഇടയാകട്ടെ. ഞങ്ങൾ അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും പുകഴ്ചയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മാമോദീസ സ്വീകരിച്ച കുര്യൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ പൂർണ്ണാക്കപ്പെടുകയും സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. കർത്താവായ ദൈവമേ, ഈ ദാസൻ സ്വീകരിച്ച ജീവദായകമായ അടയാളവും പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരപൂർണ്ണതയും ഇവൻ ആരംഭിച്ചിരിക്കുന്ന നവജീവിതവും ധരിച്ചിരിക്കുന്ന നീതിയുടെ കവചവും ശത്രുവിൻ്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും ഈ ദാസനെ സംരക്ഷിക്കട്ടെ. മിശിഹായുടെ ദിവ്യപരിമളം ജീവിതത്തിലുടനീളം പ്രസരിപ്പിക്കുവാൻ ഇവന് ഇടയാക്കുകയും ചെയ്യട്ടെ. ആത്മീയ ആനന്ദത്തിൻ്റെയും നിത്യ സൗഭാഗ്യത്തിൻ്റെയും അടയാളമായി കുര്യൻ പിതാവിൻ്റെയും പുത്രൻ്റെയും
പരിശുദ്ധാത്മാവിനെ നാമത്തിൽ ജീവന്റെ കിരീടം അണിയിക്കപ്പെടുന്നു. ആമേൻ. ദിവ്യകാരുണ്യമേ ദൈവമേ, ദിവ്യകാരുണ്യമേ സ്നേഹമേ, ദിവ്യകാരുണ്യമേ ദൈവമേ, ദിവ്യകാരുണ്യമേ സ്നേഹമേ, ദിവ്യകാരുണ്യമായി എന്നെ തേടിയെത്തുന്ന ഈശോ അങ്ങേ ഞാനിന്നാരാധിക്കുന്നു. ആനന്ദത്തോടുൾക്കൊണ്ടിടുന്നു. സ്നേഹമെന്ന വാക്കിനർത്ഥം ഭൂമിയിൽ ജീവിതം കൊണ്ടങ്ങു പൂർത്തിയാക്കുമ്പോൾ ജീവിതം ദൈവമായ ഈരേശുവിനെ സമീപിച്ച് വെൽപങ്കുളിയോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവിടെ ദൈവത്തിന് സ്തുതിയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടായ ഈശോയുടെ തിരുരക്തത്താൽ ഈ ശിശുവിനെ അങ്ങ് കഴുകി വിശുദ്ധീകരിച്ചുവല്ലോ. പരിശുദ്ധാത്മാവിനെ നൽകുമെന്ന ഞങ്ങളുടെ കർത്താവ് ഈശോയുടെ വാഗ്ദാനം ഈ ദാസനിൽ നിറവേറ്റിയതിൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു.
അങ്ങയുടെ ഈ മകനെ മിശിഹായുടെ കൂട്ടവകാശിയും പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ സമ്പന്നമാക്കിയതിന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ ദാസൻ സത്യത്തിലും ആത്മാവിനും അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയും മാറിയോസേപ്പിൻ്റെയും വിശുദ്ധ ഞങ്ങളുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെയും വേദസാക്ഷികളുടെയും സകല വിശുദ്ധരുടെയും ഞങ്ങളുടെ സഭയിലെ വാഴ്ത്തപ്പെട്ടവരുടെയും ഈ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സ്തഫാനോസിൻ്റെയും പ്രാർത്ഥന ഈ ശിശുവിനെ സഹായിക്കുമാറാകട്ടെ. ഈ ശിശുവിൻ്റെ നാമത്തിന് കാരണത്തിനായ വിശുദ്ധ കുര്യാക്കോസിൻ്റെ ജീവിത മാതൃക ഇവന് അടയാളമാവും വഴികാട്ടിയുമായിരിക്കട്ടെ. മാമോദീസായിലൂടെ ദൈവമക്കളുടെ പദവിയിലേക്ക് നമ്മെ ഉയർത്തിയ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. തിരുസഭയുടെ വിശിഷ്ടപുത്രനായി ജീവിക്കുവാൻ അവിടുന്ന് നിന്നെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച നീ എന്നും സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന ധീരപരേക്ഷനായി തീരട്ടെ. കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും ഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ സ്വർഗഭാഗ്യത്തിന് അവകാശിയായി തീരുന്നതുവരെ ആപത്തുകളിൽ തുണയും സങ്കടങ്ങളിൽ ആശ്വാസവും പരീക്ഷയും ബലവും നൽകി അവിടുന്ന് നിന്നെ സംരക്ഷിക്കട്ടെ. മാതാപിതാക്കന്മാർക്ക് ആശാകേന്ദ്രവും കുടുംബത്തിന് പ്രകാശവും നാടിന് സേവന മാതൃകയുമായി തീരുവാൻ ദൈവം നിന്നെ യോഗ്യനാക്കട്ടെ. ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കുകൊണ്ട് നമ്മളെ എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. This horizon, it's shining. Seems the daylight knows this is our time now. Where we're going, these dreams we're holding. Oh, and now we know it. All the world is ours to take. You and me will find a way. Oh, the wonder that awaits. Here we are, forever starts today. This adventure we were meant for. Every day is a chance to discover. You give me reason through every season. Together we can do anything we believe in. All the world is ours to take. You and me will find a way. Oh, the wonder that awaits. Here we are. A warm good afternoon to one and all. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ഏറ്റവും മീനിങ്ഫുൾ ആയ ഒരു ആഘോഷമാണ് മാമോദീസ. ഇന്ന് എഡ്രിൻ കുര്യൻ റിനോ മാമോദീസ എന്ന കൂദാശയിലൂടെ ക്രിസ്തീയ അംഗമായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ജീവിതത്തിലേക്ക് ചൂടുറപ്പിച്ച് ഞങ്ങളുടെ കുര്യാപ്പിക്ക് 1000 ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. So let's begin our celebration. Firstly, I would like to welcome everyone gathered here for the baptism ceremony of our dear Kuryapi. Let me introduce myself. I am Sona Tami, Kuryapi's auntie Anna, and I am so happy to stand in front of you and celebrate together with everyone today.
നമുക്ക് കുര്യാപ്പിയുടെ പേരൻസും അതോടൊപ്പം കുര്യാപ്പിനെയും ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. റിനു റോയ് ആൻഡ് സിനിമോൾ തമ്പി ആൻഡ് എഡ്രിൻ കുര്യൻ ട്രെയിനിങ്. അതോടൊപ്പം കുര്യാപ്പിയുടെ പെറ്റേണൽ ഗ്രാൻഡ് പേരൻസ് ആയ റോയി ലൂക്കോസ് ആൻഡ് ജെയ്മോൾ റോയിനെ ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. അടുത്തതായി കുര്യാപ്പിയുടെ മെറ്റേണൽ പേരൻസ് ആയ തമ്പി മുഖച്ചിറയിലെയും ത്രേസ്യാമ്മ തമ്പിനെയും ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. അടുത്തതായി കുര്യാപ്പിയുടെ ഗോഡ് പേരൻസ് ആയ റിജിൻ റോയ് ആൻഡ് അനുമോൾ റിജിനെയും അതുപോലെ അവരുടെ ബേബീസ് മിഖ, അന്ന, റിജിൻ ആൻഡ് ലൂക്ക ബേബിനെയും ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. സങ്കീർത്തനം 127 അധ്യായം 3 വാക്യത്തിൽ പറയുന്ന പോലെ കർത്താവിന്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. അതുകൊണ്ട് തന്നെ ഈ നിമിഷം നന്ദിയോടുകൂടെ കർത്താവിനെ ഓർക്കാം. ഒരു പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. പ്രയർ സോങ്ങിന് കുര്യാപ്പിയുടെ അമ്മ സിനിമോളിനെ ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. അടുത്തതായി നമ്മൾ ക്യാൻഡിൽ ലൈറ്റ് സലോണിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നു.
It's your constant love that gives me strength. Under the starlight we'll find our way, I know. This is the start of something beautiful. With you by my side, there's no place that we can't go. This is the start of something beautiful. When the wind moves along your face, it captures everything I long to say. So don't look back, love, and don't you wait. Just say you'll run with me, come what may.
Sunlight fell and reminded me that life can be so gracious sometimes. And I felt like everything around me was connected somehow. At night I hear the rhythm of the ocean as it breaks on the shore. And I think about all the things that I am grateful for. And they say, hold on to the ones you love, keep them close to you. And they say, hold on to this time we have, and let the light shine through. Sometimes I get a little bit emotional when I see love unfold. Two hearts bound by reflections of the memories they'll forever hold. And they say, hold